ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചനയും അവന്തികയും കൂടി ധനുഷിനെയും സ്നേഹയും സേതു പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അവരോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ നന്ദൻ. ഏട്ടത്തി ഏട്ടത്തി എന്തിന് ഇവറ്റകളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ സേതുമാധവൻ അവിടേക്ക് വരുന്നു. ഞാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ പറഞ്ഞിട്ടാ അർച്ചന ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത്. നിങ്ങൾ ആരും അർച്ചനയെ ഇതിൽ കുറ്റപ്പെടുത്തണ്ട എന്നും സേതു പറയുന്നു. അച്ഛാ, ഇവൾ ഇവിടെ രാവിലെ വന്നിട്ട് പോയതിന്റെ ഫലമാ അച്ഛൻ ഹോസ്പിറ്റൽ വരെ ആയത്. അതെന്താ അച്ഛൻ മറന്നുപോയത് എന്ന് സന്ദീപ് സേതുവിനോട് ചോദിക്കുന്നു. ഇവർ ഇവിടെ വരും തോറും പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ അച്ഛാ. അതുകൊണ്ട് അച്ഛനായിട്ട് വിളിച്ചു വരുത്തിയവരെ അച്ഛനായിട്ട് തന്നെ പറഞ്ഞു വിടണം എന്ന് നന്ദൻ പറയുന്നു. ഉടനെ സ്നേഹ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇപ്പോൾ എന്റെ ഏട്ടത്തിമാർക്ക് സമാധാനമായോ? ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. എനിക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. ധനുഷിനോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോൾ നിനക്കായിരുന്നല്ലോ നിർബന്ധം എന്നൊക്കെ സ്നേഹ. അപ്പോൾ ധനുഷ് സേതുവിനോട് പറയുന്നു. സാറേ, ഇന്നിവിടെ ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പ്രശ്നങ്ങളെല്ലാം അവരായിട്ട് തന്നെ തീർക്കട്ടെ എന്ന് കരുതിയിട്ടാ. ഇത് പക്ഷെ വഷളാവുന്നതല്ലാതെ തീർപ്പാകുന്നില്ല. ഇപ്പോൾ ഞാൻ സാറിന്റെ മകളുടെ ഭർത്താവാ. പക്ഷെ ഞാനിപ്പോൾ സാറിന്റെ മുന്നിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ആ പഴയ ധനുഷായിട്ട് തന്നെയാ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് സന്ദീപ് ഡാ എന്ന് വിളിക്കുന്നു. നിന്റെ കുമ്പസാര വർത്തമാനമൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ഇവിളെയും വിളിച്ചോണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ നോക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ പറയുമ്പോൾ സേതു സന്ദീപേ എന്ന് വിളിക്കുന്നു. ധനുഷ് എന്നോടല്ലേ സംസാരിക്കുന്നത്, അതിനിടയ്ക്ക് മറ്റാരും സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ധനുഷ് പറയുന്ന സേതു പറയുന്നുണ്ട്. ഇവിടെയുള്ള ആരും തന്നെ എന്നെ സ്നേഹയുടെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും നിയമപരമായി ഞാൻ സ്നേഹയുടെ ഭർത്താവാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരുമില്ലാത്ത എനിക്കിപ്പോൾ ആകെയുള്ളത് ഇവളാ. ഇനിയും പലരും പലതും പറയുന്നത് കേട്ട് എനിക്ക് അവളെ ഉപേക്ഷിക്കാനോ എല്ലാവരുടെയും മുന്നിൽ ഇവളെ തലകുനിച്ച് നിൽക്കുന്നത് കാണാനോ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. എന്നെ സ്നേഹിച്ചു കൂടെ വന്നു എന്നൊരു തെറ്റല്ലാതെ സ്നേഹ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന് വയ്യെന്നറിഞ്ഞപ്പോൾ വന്നതാ ഞങ്ങള്. ഇനിയും ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പോകുക സാർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്നേഹയും വിളിച്ചുകൊണ്ട് ധനുഷ് ഇറങ്ങി പോകുമ്പോൾ അർച്ചന സ്നേഹ എന്ന് വിളിക്കുന്നു. ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എല്ലാവരും ഇത് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചന സ്നേഹയോട് പറയുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് അച്ഛൻ പറഞ്ഞിട്ടാ. പക്ഷെ അച്ഛന്റെ അഭിപ്രായമല്ല എനിക്ക്, ഇവരുടെ തന്നെയാ. എങ്കിലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അത് അച്ഛന് സഹിക്കാൻ പറ്റില്ല. അത് മറ്റാർക്കും മനസ്സിലാകില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും. അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും അതേ ഉള്ളൂ. അതും മക്കളും മരുമക്കളും കാരണം തന്നെ. അതിലൊരാൾ ഞാനും കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ അച്ഛൻ പറയുന്ന കാര്യം ഞാൻ അതേപടി അനുസരിക്കുന്നേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ, ഈ കാര്യത്തിൽ ഞാനും അർച്ചനയുടെ ഒപ്പമാണെന്നും നിങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ നിന്ന് പോകരുതെന്നും അവന്തിക പറയുന്നു. ഏട്ടത്തിമാർ എന്തിനാ ഇവരെ തടയുന്നേ? അവര് പോകാമെന്ന് പറഞ്ഞതല്ലേ. എല്ലാവരെയും ചതിച്ചിട്ട് ഇവരെ എന്ന് സന്ദീപ് പറഞ്ഞു തീരുന്നതിന് മുന്നേ സന്ദീപെ എന്ന് അവന്തിക വിളിക്കുന്നു. സന്ദീപെ, നിർത്ത്. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ നിന്റെ ജീവിതം കൂടി ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ കുടുംബത്തിൽ നിന്നും ഇവിടെയുള്ളവരെ ചതിച്ചത് നീയല്ലേ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്നിട്ട് നിങ്ങളോടും അച്ഛൻ ക്ഷമിച്ചില്ലേ? അത് തന്നെയാണ് അച്ഛൻ ഇപ്പോഴും ചെയ്യുന്നത് എന്നും അവന്തിക പറയുന്നുണ്ട്. എല്ലാവരും കൂടി വാശി പിടിച്ച് അച്ഛനെ അപകടത്തിലാക്കാൻ ശ്രമിക്കരുത്, എനിക്കത്രേ പറയാനുള്ളൂ എന്നും അവന്തിക പറയുന്നു. എന്റെ മക്കളെക്കാൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ മരുമക്കളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് അപേക്ഷിക്കുകയാണ് അച്ഛന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കണമെന്ന്. സേതു, അവസാന നിമിഷം ഒരു തുള്ളി വെള്ളം എന്റെ നാവിന്മേൽ എത്തിച്ചു തരാൻ നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വേണം. അതുകൊണ്ടാണ് ഈ പറയുന്നതെന്നും സേതു പറയുന്നുണ്ട്. തമ്മിലടിച്ചും കലഹമുണ്ടാക്കിയും നിങ്ങൾ തമ്മിൽ പിരിയരുത്. നന്ദ, ഞാൻ കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് നീയാണ്. നിങ്ങൾ എതിർക്കുന്നത് ഞാൻ ചെയ്യില്ല. ഇനി കുറച്ചു കാലം കൂടിയേ കാണൂ അച്ഛൻ. ആ സമയം വരെയെങ്കിലും അച്ഛന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നൂടെ എന്ന് സേതു ചോദിക്കുന്നു. അത്രയ്ക്കും ഞങ്ങൾ ഇവളെ സ്നേഹിച്ചു പോയത് കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും എതിർത്തിട്ടും ഇവളുടെ കൂടെ നിന്നവനാണ് ഞാൻ. എന്നിട്ട് ഒരു വാക്ക് പോലും അവൾ എന്നോട് പറഞ്ഞില്ല. അത് മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകുന്നതൊന്നും അല്ല അച്ഛാ എന്നൊക്കെ നന്ദൻ പറയുന്നു. എങ്കിലും അച്ഛന്റെ വാക്കും തീരുമാനവും മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന് സമ്മതിക്കാം എന്നും നന്ദൻ പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാവരും അച്ഛനു വേണ്ടി മാത്രമാണ് സമ്മതിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ആരുമായിട്ടും ഇവൾക്കൊരു ബന്ധവും ഉണ്ടാവില്ല എന്നും, അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ല. ധനുഷ് മുന്നേ താമസിച്ചിരുന്ന ഔട്ട് ഹൗസിൽ ഇവർ താമസിക്കട്ടെ. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ വന്നതെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അച്ഛന്റെ അടുത്ത് തന്നെ താമസിക്കുന്നതിൽ പരാതിയില്ലല്ലോ.
പക്ഷെ ഒരു ഗ്ലാസ് വെള്ളത്തിനോ ഭക്ഷണത്തിനോ ഞങ്ങളെ ആശ്രയിക്കാൻ പാടില്ല എന്നും എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് നന്ദൻ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് നന്ദൻ അവിടെ നിന്നും പോകുന്നു. പിറകെ സന്ദീപും സച്ചിയും പോകുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, അത് അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്. ഒന്ന് ആറി തണുക്കട്ടെ, അപ്പോൾ ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് സേതു അവരോട് പറയുന്നു. അത് സാരമില്ല സാർ, ഞാനും സ്നേഹ ഔട്ട് ഹൗസിൽ താമസിച്ചോളാമെന്നും ആരെയും ഒരു തരത്തിലും സങ്കടപ്പെടുത്തില്ലെന്നും ധനുഷ് പറയുന്നു. ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. ധനുഷ് ഉൾപ്പെടെ എന്റെ മരുമക്കളുടെ സ്നേഹം എനിക്ക് ഇനിയും വേണം. അവന്തികെ, ധനുഷിനും സ്നേഹിക്കും താമസിക്കാൻ ഔട്ട് ഹൗസ് റെഡിയാക്കി കൊടുക്ക് എന്ന് അവന്തികയോട് സേതു പറയുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. ഷെൽഫ് തുറന്ന് ബെഡ്ഷീറ്റ് ഒക്കെ എടുക്കുകയാണ് അവന്തിക. എന്നിട്ട് അവിടെയൊക്കെ വിരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും ഒരു ടവൽ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് സ്നേഹ. അതിനിടയിൽ ഷെൽഫ് തുറന്ന് ഒരു കത്തി എടുത്ത് ധനുഷിന്റെ കഴുത്തിൽ ചേർത്ത് വെക്കുകയാണ് അവന്തിക. നീ എന്തായി കാണിക്കുന്നത് എന്ന് ധനുഷ് ചോദിക്കുന്നു. നീ എന്നെ ചതിച്ചു. നിനക്കും അവൾക്കും വേണ്ടി ഞാൻ മണിയറ ഒരുക്കണം അല്ലേടാ എന്ന് ദേഷ്യത്തോടെ അവന്തിക ധനുഷിനോട് ചോദിക്കുന്നു. നീ കൈമാറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു, നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കൂടെ നിന്ന് നീ എന്നെ ഒറ്റി, എന്നിട്ട് കുറുക്കു വഴിയിലൂടെ നെല്ലിശ്ശേരിയിലെ മരുമകനാകാൻ നോക്കുന്നു അല്ലേ? അരിഞ്ഞു കളയും ഞാൻ നിന്നെ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അവന്തികയെ പിടിച്ച് തള്ളുകയാണ് ധനുഷ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ധനുഷ് പറയുന്നു. നീ വീണ്ടും എന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കരുതെന്ന് അവന്തിക. ധനുഷ് പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, നീ എന്നെ ഒന്ന് വിശ്വസിക്കണം. ഈ വീടിനകത്ത് കയറാൻ മറ്റൊരു മാർഗവും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ സ്നേഹയെ വിവാഹം കഴിച്ചത്. ഇത് നിനക്കും കൂടി വേണ്ടിയാണ്, ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ അവന്തികയോട് പറയുന്നു. എന്നിട്ട് സ്നേഹ വരുന്നുണ്ടോ എന്നും നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ കത്തി ഒളിപ്പിച്ച് വെച്ചിട്ട് ആ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാൻ തുടങ്ങുകയാണ് അവന്തിക. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് ഏട്ടത്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് സ്നേഹ അവന്തികയോട് പറയുന്നു. ഇല്ല, നടന്നല്ലോ, അത് തന്നെ ഭാഗ്യമെന്ന് അവന്തിക. യഥാർത്ഥ സ്നേഹം എന്നായാലും ഒന്നിക്കും അല്ലേ ഏട്ടത്തി എന്ന് സ്നേഹ. അതെ അതെ, ഒന്നിക്കും എന്ന് ഒരു താല്പര്യവുമില്ലാതെ അവന്തിക പറയുന്നു. അവന്തിക ഏട്ടത്തി വേണം എന്നെ സഹായിക്കാൻ, അതിനുള്ള മനസ്സ് ഏട്ടത്തിക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഈ റൂം റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടത്തി സമ്മതിച്ചത് എന്ന് സ്നേഹ. അപ്പോൾ അവന്തിക പറയുന്നു, അതെ അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കുമെന്ന് ചോദിക്കുന്നു. ഏട്ടത്തിക്ക് അറിയാലോ, അച്ഛൻ എന്നോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉണ്ട്. എന്നെയും ധനുഷിനെയും വീടിനകത്ത് കയറ്റാനുള്ള ആഗ്രഹവുമുണ്ട്. പക്ഷെ ഏട്ടന്മാരും അർച്ചനേട്ടത്തിയും അത് സമ്മതിക്കില്ല. ഏട്ടത്തി വിചാരിച്ചാൽ കാര്യം നടക്കും. ഏട്ടത്തി നന്ദേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു, ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ അവന്തിക ഏട്ടത്തി, വിചാരിച്ചാൽ നടക്കും അല്ലേ ധനുഷ്? ധനുഷ് വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, ഏട്ടത്തി ബെഡ് വിരിക്കട്ടെ എന്ന് സ്നേഹ പറയുന്നുണ്ട്. അങ്ങനെ ധനുഷിന്റെ കൈയും പിടിച്ച് ഒരു ഭാഗത്തേക്ക് പോവുകയാണ് സ്നേഹ. അവർ സ്നേഹത്തോടെ നിൽക്കുന്നതും പ്രണയിക്കുന്നതും ദേഷ്യത്തോടെ അവന്തിക നോക്കുന്നു. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ, ഞാനിതൊന്ന് വിരിച്ചോട്ടെ എന്ന് അവന്തിക. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് ഏട്ടത്തിക്ക് എന്താ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങ് എന്ന് അവന്തിക. ഞാനിത് വിരിച്ചിട്ട് വിളിക്കാമെന്നും അവന്തിക പറയുന്നു. അങ്ങനെ ധനുഷിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് സ്നേഹ. ശേഷം കാണിക്കുന്നത് അർച്ചനയുടെ അരികിലേക്ക് സച്ചി വന്ന് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നോ? ഈ വിവാഹത്തെയും ധനുഷിനെയും ഏറ്റവും കൂടുതൽ എതിർത്തത് താനല്ലേ? എന്നിട്ട് താൻ തന്നെ ഇത് ചെയ്തുവെന്ന് വെച്ചാൽ അതിനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ സച്ചിയേട്ടാ എന്ന് അർച്ചന. അച്ഛൻ അങ്ങനെ ആവശ്യപ്പെട്ടുവെങ്കിൽ നീയല്ലേ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാ? നമ്മൾ എത്ര തടയാൻ നോക്കിയിട്ടും സ്നേഹ ധനുഷിനെ വിവാഹം കഴിച്ചു. എന്തായാലും അത് അംഗീകരിച്ചേ പറ്റൂ. അച്ഛൻ അത് അംഗീകരിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ വെച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ വയ്യാത്ത അച്ഛന്റെ വാക്ക് എനിക്ക് തള്ളിക്കളയാൻ സാധിച്ചില്ല. നിങ്ങളോട് ആരോടും പറയണ്ടെന്ന് അച്ഛനാണ് പറഞ്ഞതെന്നും അർച്ചന പറയുന്നു. അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചതാണ്, അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവമെന്ന് സച്ചി. അവർ കൺമുന്നിൽ നിന്ന് മാറാൻ പാടില്ല സച്ചിയേട്ടാ. അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു വന്നതെങ്കിലും എന്റെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ടെന്ന് അർച്ചന. അവരെ രണ്ടുപേരെയും അച്ഛൻ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിച്ചുവെങ്കിലും നമ്മൾക്കത് സാധിക്കില്ലല്ലോ. ധനുഷ് സ്നേഹയെ ഇഷ്ടപ്പെട്ടതും ഇപ്പോൾ വിവാഹം കഴിച്ചതുമെല്ലാം ഇവിടുത്തെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ്, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. സ്വത്തുക്കൾ കണ്ടുകൊണ്ടുള്ള ഈ വരവ് അത്ര നല്ലതിനല്ല. പക്ഷെ പിന്നീട് അവൻ ഇത് കിട്ടില്ല എന്ന് അറിയുമ്പോൾ, പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെയാകുമ്പോൾ അവനൊരു ക്രിമിനലാണ്. എങ്ങനെയാകുമെന്ന് അറിയില്ല. നമ്മുടെ സ്നേഹം മോളെ തിരിച്ചെടുക്കണമെങ്കിൽ അവർ ഇവിടെ നമ്മുടെ കൺമുന്നിൽ വേണം. മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എങ്കിലും നിയമപരമായി അവർ ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാരാണ്. പോലീസും കോടതിയും നിയമവും എല്ലാം അവർക്കൊപ്പമേ നിൽക്കൂ. അതുകൊണ്ട് കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ ഒരവസരം കൂടുതലായി കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ നമുക്ക് അവനെ ഇവിടെ നിന്നും ചവിട്ടി പുറത്താക്കാം.
ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിരിക്കുകയാണ് സച്ചി. ഇതേ സമയം സ്നേഹയും ധനുഷും പുറത്തിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹ എന്ന് വിളിച്ച് അവന്തിക അവിടേക്ക് വന്നു. നീ അകത്ത് ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്, ക്ഷീണിച്ചു വന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്നേഹ അകത്തേക്ക് പോയ സമയം ധനുഷ് പോകാൻ തുടങ്ങുമ്പോൾ നിക്കട അവിടെ എന്ന് പറഞ്ഞ് ധനുഷിന്റെ കൈ പിടിച്ച് അവിടെ നിർത്തുകയാണ് അവന്തിക. അവളുടെ കൂടെ ആദ്യരാത്രി ആഘോഷിച്ച് സുഖിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഇതിനകത്ത് എന്ത് നടന്നാലും ഞാൻ അറിയും. അതിനുള്ള ഒളിക്യാമറകളൊക്കെ ഞാൻ ഈ മുറിയിൽ വെച്ചിട്ടുണ്ട്. നിനക്കത് കണ്ടുപിടിക്കാൻ പോലും സാധിക്കില്ലെന്ന് അവന്തിക. നിന്നോട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ധനുഷ്. പക്ഷെ നിന്നെ എനിക്കിപ്പോൾ പഴയതുപോലെ വിശ്വാസമില്ല. അവളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും പാടില്ല, കേട്ടല്ലോ എന്ന് അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കൺമുന്നിൽ കണ്ടാൽ നിന്നെ ജീവനോടെ വെച്ചേക്കില്ലെന്നും അവന്തിക പറയുന്നു. ധനുഷ് ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് സ്നേഹ അവിടേക്ക് വരുന്നുണ്ട്. ആ മുറിയിലേക്ക് കയറിയതിനു ശേഷം ധനുഷ് ഇങ്ങനെ മാറി മാറി എല്ലായിടവും നോക്കുന്നുണ്ട്. ധനുഷ് എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് സ്നേഹ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നു. വിളിച്ചതോ അത് എന്നൊക്കെ പറഞ്ഞ് ധനുഷിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് സ്നേഹ. ധനുഷ് സ്നേഹയെ പെട്ടെന്ന് പിടിച്ച് തള്ളി മാറ്റിയിട്ട് പറയുന്നു, നീ ആദ്യം പോയി കുളിക്കുന്നു. കുളിക്കാം, അതിന് നീ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ധനുഷിന്റെ നെഞ്ചിലേക്ക് ചായുകയാണ് സ്നേഹ. ദേഹത്ത് അപ്പടി നാറ്റമാണ്, നീ ചെന്ന് കുളിക്ക്, ചെല്ല് എന്ന് പറഞ്ഞ് ധനുഷ് ഇപ്പോൾ സ്നേഹയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു സമാധാനവും ഇല്ലാതെ മുറിയിലേക്ക് നോക്കുകയാണ് ധനുഷ്. ഇനി ഇവിടെ എങ്ങനെ ക്യാമറ ഉണ്ടാകുമോ എന്ന്. അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസും മറ്റു സാധനങ്ങളും അങ്ങനെ എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു.